സോ നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ, നമ്മുടെ ട്രേഡ് പ്ലാൻ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ എങ്ങനെയാണ് ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത്, നമ്മുടെ പ്ലാൻ പ്രകാരം മാർക്കറ്റ് എങ്ങനെ വന്നു, എവിടെയെങ്കിലും നമുക്ക് പ്ലാൻ സ്വിച്ച് ചെയ്യേണ്ടി വന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. സോ അതേപോലെ തന്നെ നമ്മൾ നാളത്തെ മാർക്കറ്റ് അനാലിസിസും കൂടിയാണ് പറയുന്നത്. സോ അധികം ഒന്നും പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. സോ ഇന്ന് മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് കാണാം, നമ്മൾ പറഞ്ഞ മേജർ ആയിട്ടുള്ള സോൺ. ഇപ്പോൾ ഇന്നലെ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നിങ്ങളോട് കാണുന്നത്. ഈ ഒരു സോണിൽ താഴേക്കായിരുന്നു നമ്മൾ ഇന്നലെ പ്ലാൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഞാനിത് ഓൾറെഡി പ്ലോട്ട് ചെയ്യണമെന്ന് മാറ്റാം. ഒന്ന് ക്ലാരിറ്റി നമുക്കിന്ന് മൊത്തത്തിലൊന്ന് നോക്കാം, എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ഒന്ന് ബ്രീഫായിട്ട് നോക്കാം. സോ ഫുൾ അനാലിസിസ് ഒന്ന് ക്ലോസ് ചെയ്യണം. സോ നമ്മളുടെ പ്ലാൻ പ്രകാരം 50 മിനിറ്റിൻ്റെ കണ്ടീഷനാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നുണ്ടോ. 50 മിനിറ്റ് നമ്മൾ കൺസിഡർ ചെയ്തത് ഈ ഒരു സോണാണ്. സോ മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്ത കണ്ടീഷൻ നമുക്കൊന്ന് പ്ലേ ബാക്ക് ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്തത് എവിടെയാണ്? ഓക്കെ, ഇവിടെയാണ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്, കണ്ടോ. സോ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് തന്നെ അതിന് മുകളിലാണ്. സോ നമ്മളിവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമുക്ക് വേറൊരു കൺഫ്യൂഷൻ ഇന്ന് മാർക്കറ്റിൽ ഓപ്പൺ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ, 1 മിനിറ്റിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ, 1 മിനിറ്റ് അല്ല 1 അവറിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഇവിടെ മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഡിമാൻഡിലേക്കാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ ഒപ്പം തന്നെ മാർക്കറ്റിൽ ഇതും മാർക്കറ്റിൽ ഒരു മേജർ സ്ട്രക്ചറാണ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഇതൊരു മേജർ സ്ട്രക്ചറായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ട് ത്രൂ ഔട്ട് ഒറ്റ ഡയറക്ഷനിലേക്കല്ലേ മാർക്കറ്റ് പോയേക്കണം. അതിൻ്റെ ഡിപ്പോ ഒന്നും മാർക്കറ്റ് പുൾ ബാക്സ് ഒന്നും വന്നിട്ടില്ല. സോ നമ്മൾ ഒറ്റ പുഷായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവാണ് മാർക്കറ്റിൽ. അപ്പോൾ ഇമ്പൾസീവായിട്ട് മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യുമ്പോൾ അതിനുള്ളിൽ ഒരു ഇന്റേണൽ സ്ട്രക്ചർ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, കണ്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മളുടെ എന്ത് മേജർ ആയിട്ടുള്ളൊരു ബൈങ് സോണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നല്ല മേജറായിട്ടൊരു OB ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സോണിൽ തന്നെയാണ്. സോ ഈ ഒരു സോണിലേക്ക് മാർക്കറ്റ് പിന്നീട് താഴേക്ക് വന്നൊരു ഇന്റേണൽ സ്ട്രക്ചർ, കണ്ടോ. ഇവിടെ നിന്നൊരു ഇന്റേണൽ മൊമെന്റം മാർക്കറ്റിൽ 1 അവറിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്, കണ്ടോ. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെയും മാർക്കറ്റിൽ എന്താണ് ഇന്റേണൽ സ്ട്രക്ചർ ബ്രേക്ക് ഔട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും, കണ്ടോ. ഇന്റേണലി ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും, കണ്ടോ. ഇന്റേണൽ ബ്രേക്ക് ഔട്ട് നമുക്ക് ഐബോസ് എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ ഐബോസ് മാർക്കറ്റ് തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് മാർക്കറ്റ് ഓൾറെഡി താഴേക്ക് വന്ന്, കണ്ടോ. ഇതൊരു പ്രോപ്പറായിട്ടുള്ളൊരു മിറ്റിഗേറ്റ് ചെയ്തൊരു മൂവ്മെൻ്റ് ആണ്, കണ്ടോ. കറക്റ്റ് മിറ്റിഗേഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. സോ എഗെയിൻ മാർക്കറ്റ് ഒരു മിറ്റിഗേഷൻ തരാൻ പോസിബിലിറ്റി ഉണ്ട്, കണ്ടോ. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു മിറ്റിഗേഷൻ സോണിലാണ് മാർക്കറ്റ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ 50 മിനിറ്റിൽ നമുക്ക് ഇടയ്ക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് 1 അവറിനെ നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് നോക്കാന്നുള്ളത്. അപ്പോൾ ഇതിന് ഇന്റേണൽ സ്ട്രക്ചർ കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്താ ഒരു ഇന്റേണൽ സ്ട്രക്ചർ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. ഇതാണ് മാർക്കറ്റിൻ്റെ ലോ. അതിനൊപ്പം ഈ ഒരു 1 അവറിലേക്ക് നോക്കുന്ന സമയത്ത് മേജർ ആയിട്ടുള്ള ലോ എന്ന് പറഞ്ഞ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് മേജർ ലോ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് എടുക്കുക. ഇതാണ് മേജർ ആയിട്ടുള്ള ഒരു ലോ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. ഇതാണ് നമ്മുടെ മേജർ ആയിട്ടുള്ള ഹൈ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ അതിനുള്ളിൽ ഇന്റേണലി സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഒരു കൺഫ്യൂഷൻ നമുക്ക് മാർക്കറ്റിൽ തന്നത് ഈ ഒരു കേസാണ്. സോ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, താഴേക്കൊരു ട്രേഡ് പ്ലാൻ നമുക്ക് റിയാക്ഷൻ ബേസ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. സോ അതുപോലെ തന്നെ നമ്മളൊരു 1 മിനിറ്റിൻ്റെ ട്രേഡ് നമ്മൾ 2 ട്രേഡിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് മേളിലേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു, അതുപോലെ താഴേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഇതായിരുന്നു നമ്മുടെ മേജറായിട്ട് ഒരു കണ്ടീഷൻ, 1 അവറിൻ്റെ ഒരു ഇന്റേണൽ സ്ട്രക്ചറിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടോ ഇവിടെ വന്നിട്ട്. സോ അപ്പോൾ ഇത് നമ്മളുടെ 50 മിനിറ്റിലൂടെ ട്രെൻഡ് റിവേഴ്സൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു കണ്ടീഷൻ എപ്പോഴും 50 മിനിറ്റിനെക്കാട്ടും വലിയ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 1 അവറാണ്. സോ നമ്മളെപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്ന ഹൈ ടൈം ഫ്രെയിമിന് തന്നെയാണ്. സോ ഹൈ ടൈം ഫ്രെയിമിൽ ബുള്ളിഷാണ്. സോ ഈ ഒരു സോണിലേക്ക് 50 മിനിറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഒരു കണ്ടിന്യൂഷൻ മാർക്കറ്റ് തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. സോ അതുകൊണ്ട് തന്നെ രാവിലെ 1 മിനിറ്റിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ 1 മിനിറ്റിലേക്ക് നമ്മൾ രാവിലെ നോക്കിയ സമയത്ത് നമുക്കിവിടെ പ്രോപ്പറായിട്ട് 1 മിനിറ്റിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നു, കണ്ടോ. സോ അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വ്യൂവേഴ്സ് പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോപ്പറായിട്ട്. ഓക്കെ, ഇപ്പോൾ മേജറായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പുഷ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇതൊരു മേജറായിട്ടുള്ളൊരു സോണാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സോണിൽ നമുക്ക് എന്ത് ചെയ്യാം, 3 മിനിറ്റിൻ്റെ ഒരു കണ്ടീഷൻ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ടൊരു ബൈങ് സോണായിട്ട് നമുക്കിത് കൺസിഡർ ചെയ്യാം. ലാസ്റ്റ് ഒരൊറ്റ പുഷായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഗ്യാപ്സ് കാര്യങ്ങൾ നമ്മൾ എന്താ ഒറ്റൊരു ഇംബാലൻസ് പുഷായിട്ടാണ്
കൺസിഡർ ചെയ്യാം. അപ്പം അങ്ങനെയെങ്കിൽ നമുക്ക് ഇതൊരു മേജർ ആയിട്ടുള്ളൊരു മൊമെൻറ്റം നടന്നിട്ടുള്ള സോണാണ്. സോ ഇവിടെ നിന്ന് തന്നെ നമ്മളൊരു ട്രേഡ് പ്ലാൻ രാവിലെ അപ്പ് സൈഡിലേക്ക് റിസ്ക് എൻട്രി ആണ്. റിസ്ക് എൻട്രി നമ്മൾ റിസ്ക് കുറച്ചിട്ട് നോർമലി നമ്മൾ എടുക്കുന്ന റിസ്ക് ഒരു 3000 5000 ആണെങ്കിൽ നമുക്ക് ഒരു 1000 റിസ്കിലേക്ക് പൊസിഷൻ സൈസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡാണ്. സോ ഇവിടുന്ന് ഡയറക്റ്റ് നമുക്ക് ഈ ഒരു സോണിലേക്ക് തന്നെ എൻട്രി നോക്കാം. ഒരു കണ്ടിന്യൂഷൻ ട്രേഡ് നമ്മളിവിടെ ഒരു റിസ്ക് എൻട്രി രാവിലെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ അത് സിമ്പിളായിട്ട് തന്നെ മാർക്കറ്റിൽ വന്നു. എഗെയിൻ അവിടെ ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് കറക്റ്റീവ് ആയിട്ടുള്ളൊരു മൊമെൻറ്റം കണ്ടോ, ഇവിടെ ഒരു കറക്റ്റീവ് ആയിട്ടുള്ളൊരു മൊമെൻറ്റം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ഇവിടെ രണ്ടാമത്തെ ഒരു കണ്ടീഷൻ, ഈ ഒരു എൻട്രി നമ്മൾ 1 മിനിറ്റിലാണ് നോക്കിയത്. നമുക്ക് 1 മിനിറ്റിലാണ് ഈ പറയുന്ന 1 അവറിൻ്റെ സോൺ. 1 അവർ സോൺ നമുക്കൊരു റെഡ് കളർ കൊടുക്കാം, അപ്പോൾ ഇത് ക്ലിയർ ആവും. 1 അവറിൻ്റെ സോണിൽ നമുക്കൊരു കൺഫർമേഷൻ വേണ്ടത് ഈ ഒരു സോണിലായിരുന്നു. ഓക്കെ, അപ്പോൾ ട്രേഡ്സ് ഞാൻ കാണിച്ചു തരാം അതിന് ശേഷം. അപ്പോൾ ഇവിടെ നോക്കിക്കുക, ഇവിടെ എന്താ ശരിക്കും സിനാരിയോ, മാർക്കറ്റ് ഓൾറെഡി ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു കണ്ടോ. ഓൾറെഡി മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു. 1 മിനിറ്റിൽ ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് കേട്ടോ. ബിയേഴ്സ് മാർക്കറ്റ് തന്നു. എഗെയിൻ ഇതിന് താഴെ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് തന്നെ ഓക്കെ ഓക്കെ ഇതിനുശേഷം മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് തന്നെ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു. എഗെയിൻ രണ്ടാമത്തെ ഒരു ബ്രേക്ക് ഔട്ട് ഇടും. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു OB കൺസിഡർ ചെയ്യാൻ പറ്റുക, ഇല്ലെങ്കിൽ നമുക്ക് സ്ട്രോങ് ആയിട്ടൊരു ബൈങ് ഡിമാൻഡ് സോൺ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുക എന്നാണ് ഈ ഒരു സോണാണ് അല്ലേ. അപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ട് എന്താണ്, കുറേ ആളുകൾ എക്സിക്യൂഷൻ പ്ലാൻ ചെയ്യും. സോ ഇവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് എന്ത് പറ്റിയിട്ടുണ്ട്, നല്ല രീതിയിലുള്ളൊരു സ്റ്റോപ്പ് ലോസ് വന്നിട്ടുണ്ട്, നല്ലൊരു ഹ്യൂജ് സെൽ ഓഫ് ആണ് നടന്നത്. അതിനൊപ്പം തന്നെ കറൻ്റ്ലി മാർക്കറ്റിൽ എന്താണ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തത്. മാർക്കറ്റ് ഈ ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ ഇവിടത്താണ് അവർ പുഷ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ അവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ഒരു ചേഞ്ച് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പുഷ് ചെയ്തത് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു പുഷിൻ്റെ കണ്ടീഷൻ നമുക്കിവിടെ ട്രേഡ് പ്ലാൻ നോക്കണമെങ്കിൽ ഇവിടെ PD എന്ന് പറയും, പവർ പ്രൈസ് ഡെലിവറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇന്ന് കണ്ടോ, പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഈ പറയുന്ന ഒറ്റ ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റിനുള്ളിൽ ഇന്റേണലി മാർക്കറ്റ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ വാലിഡ് കൊടുക്കും, വാലിഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക മേജർ സ്ട്രക്ചേഴ്സാണ്. സോ ഇവിടെ 1 മിനിറ്റിൽ മാർക്കറ്റിൽ ഒരു മേജർ ഹൈയും മേജർ ലോയും ഉണ്ട്. പക്ഷേ ഈ ഒരു മേജർ ഹൈ മേജർ ലോ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ലോ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നൊക്കെ ഇവൻ സ്ട്രെങ്ത്ലി പുഷ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്തത്, ഇവിടെ ഈ പറയുന്ന ബയേഴ്സിനെ ഫെയിൽ ആക്കിയിട്ടുള്ളത് അല്ലേ. ഇവിടെ നോക്കി, ഈ പറയുന്ന ബയേഴ്സിനെ ഫെയിൽ ആക്കിയിട്ടുള്ളത്. സോ ഇനി ഇവിടെ എന്ത് സംഭവിക്കണം, ഇനി ഇവിടെ ഈ പറയുന്ന സോണിൽ എന്ത് സംഭവിക്കണം, അവിടെ ബയേഴ്സിന്റെ ആക്ടിവിറ്റി ഇല്ല അല്ലേ, അവർ കംപ്ലീറ്റ്ലി ഫെയിൽ ആക്കിയിട്ടുണ്ട്. സോ ഇവിടെ സെല്ലേഴ്സ് സ്ട്രോങ് ആയ ഒരു സോൺ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും ഇവിടെ. സോ അങ്ങോട്ടേക്ക് മാർക്കറ്റ് ഇമ്പൾസീവ് ആയിട്ടല്ല വരുന്നത്, മാർക്കറ്റ് ഇന്റേണലി സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യാണ് കണ്ടോ, ഇവിടെ നിന്ന് മാർക്കറ്റ് ഒന്ന് പുഷ് ചെയ്തു അല്ലേ. മേളിലേക്കുള്ള സ്ട്രെങ്ത്തിൽ നല്ല രീതിയിലൊരു വീക്ക്നെസ് മാർക്കറ്റ് കാണുന്നുണ്ട് അല്ലേ. ഓക്കെ, പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഈ രീതിയിലുള്ള മൊമെൻ്റ് ആണ് മാർക്കറ്റ് തന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ. സോ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സെക്കൻഡ് ആയിട്ടൊരു ട്രേഡ് പ്ലാൻ നമ്മളുടെ പ്ലാനിലേക്ക് സ്വിച്ച് ചെയ്തുകൊണ്ടും ഇന്നത്തെ കണ്ടീഷൻ. അപ്പോൾ ഇവിടെയൊക്കെ പ്രോപ്പർ ലിക്വിഡിറ്റി അല്ലേ, ഇവിടെയൊക്കെ പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ സെൽ സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത് കണ്ടോ. ഈ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്താണ് മാർക്കറ്റ് പുഷ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന OBയിൽ നിന്ന് താഴേക്കാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ട്രേഡ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ എഗെയിൻ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ലോവിനെ നമുക്ക് ഫോക്കസ് ചെയ്യാം, കാരണം ഇതാണ് മേജർ ആയിട്ടുള്ള ലോ. പക്ഷെ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ലോ മേജർ ലോ ആണോ മേജർ ഹൈ ആണോ, ഡൗൺ സൈഡിലേക്കാണ് സെല്ലേഴ്സാണ് ഇവിടെ കൺട്രോൾ ചെയ്യണം കേട്ടോ. ബയേഴ്സിനെ ഓൾറെഡി ക്രോസ് ചെയ്തു. സോ അതുകൊണ്ട് തന്നെ ഈ ഹൈ എപ്പോഴും സ്ട്രോങ് ആയിരിക്കും, ഇത് എപ്പോഴും വീക്ക് ആയിരിക്കും. സോ വീക്ക് ഹൈ എന്ന് പറയുന്നത് ഇതാണ്, മനസ്സിലാവും. സോ ഇവിടുന്ന് മാർക്കറ്റ് ഈ പറയുന്ന താഴേക്കുള്ള ഒരു മൊമെൻറ്റം തരാൻ പോസിബിലിറ്റി ഉണ്ട്. സോ നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഈ പറയുന്ന ഇതായിരുന്നു നമ്മുടെ പ്ലാൻ 15. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന രണ്ടുപേരും ഉണ്ടോ, രണ്ടുപേരിൽ നമുക്ക് ഈ ഒരു സെയിം സിനാരിയോ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് കണ്ടോ. സെയിം സോണിലേക്ക് വന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്തതായിട്ട് കാണാം. ഓക്കെ, തിരിച്ചു പോവാം. ഇതാണ് നമ്മൾ രാവിലെ എടുത്തിട്ടുണ്ടായിരുന്ന പ്ലാൻ. എഗെയിൻ മാർക്കറ്റ് ക്ലിയർ ആയിട്ട് അവിടെ വന്നിട്ട് കണ്ടോ. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ഞാൻ പറഞ്ഞ പോലെ ഇന്റേണലി മാർക്കറ്റിൽ എന്താണ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു കണ്ടോ. ബ്രേക്ക് ഔട്ട് നമുക്ക് നോക്കാം, ഇന്റേണൽ സ്ട്രക്ചർ. സോ നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത് എപ്പോഴും മേജർ സ്ട്രക്ചേഴ്സ് ആണ്. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കണ്ടോ, ഇതൊരു മൈനറാണ്,
എഗെയിൻ ഇവിടെ ഒരു മൈനർ ബ്രേക്ക്ഔട്ട് മാർക്കറ്റ് തന്നു. പക്ഷെ ഇതാണ് ഇമ്പൾസീവ് ആയിട്ടുള്ള പൊസിഷൻ. ഇത് കറക്റ്റീവ് ആയിട്ടാണ് പോയിട്ടുള്ളത്. സോ കറക്റ്റീവ് മൊമെന്റത്തിൽ മാർക്കറ്റ് എപ്പോഴും എന്താണ് ലിക്വിഡിറ്റി ബിൽഡ് ചെയ്ത് ഓർഡേഴ്സ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരും. ഇവിടുന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സെൽ ഓഫ് ആയിരിക്കും കൂടുതൽ മാർക്കറ്റിൽ കണ്ടുവരിക. സോ നമ്മളുടെ പ്ലാനിലേക്കുള്ള ഒരു പ്രോപ്പർ കൺഫർമേഷൻ മെത്തേഡ് നമുക്ക് ഇവിടെ 1 മിനിറ്റിൽ കൺഫർമേഷൻ കിട്ടി, ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട്. സോ എഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്തു, മാർക്കറ്റ് അതിനുശേഷം താഴേക്ക് വരുന്ന ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങോട്ട് വന്നത് അപേക്ഷിച്ച് മാർക്കറ്റ് ഇമ്പൾസീവ് ആയിട്ടാണ് താഴേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രോപ്പറായിട്ട് നോക്കിക്കേ, പ്രോപ്പറായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ലൊരു പ്ലാനാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. രാവിലത്തെ പ്ലാൻ നല്ല പ്ലാനാണ്, പക്ഷെ അത് നമുക്കൊരു കൺഫർമേഷൻ എൻട്രി അല്ല, റിസ്ക് എൻട്രി ആണ്. കാണോ പ്രോപ്പർ ടാർഗറ്റിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് മെയിൻ ആയിട്ടുള്ള പ്ലാൻ അറിയാലോ, ഈ ലോയിനെ മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഇന്നത്തെ കൺസിഡർ ചെയ്യുന്ന ഇന്നൊരു 1 മിനിറ്റിൽ നമുക്ക് തന്നിട്ടുള്ള കൺഫർമേഷൻസും കാര്യങ്ങളും ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ട്രേഡ് എടുത്തിട്ട് നമ്മൾ 1 മിനിറ്റിൻ്റെ കൺഫർമേഷൻ ബേസ് ചെയ്തിട്ട് എടുത്തത്. സോ നമുക്കത് ഇവിടെ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ ഇവിടം വരെയാണ് ആ ഒരു ട്രേഡ് നോക്കിയിട്ടുള്ളത്. സോ ഇവിടെ എല്ലാ ദിവസവും നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയണോണ്ട് മാത്രം കാര്യമല്ലേ, ട്രേഡ് നിങ്ങൾക്ക് എക്സിക്യൂഷനും കാര്യങ്ങളൊന്നും കാണിക്കണം. അപ്പോൾ അതിൽ ഞാനൊരു ചെറിയ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഈ എക്സിക്യൂഷൻസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അതിലെങ്ങനെയാണ് എടുത്തിട്ടുള്ളതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. സോ ഇതാണ് നമ്മൾ രാവിലെ എടുത്തിട്ടുള്ള ട്രേഡ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമാണ് ഞാനിവിടെ പുഷ് ചെയ്തിട്ടുള്ളത്. കാരണം ഇതിലൊരു നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ് കാര്യങ്ങളും കൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കാരണം ഇതിലൊരു 5,000 റുപ്പീസ് ആയിരിക്കുള്ളൂ നിങ്ങൾ മാക്സിമം ലോസ് കാണാം. കാരണം ലോസിൽ ഉള്ള കാര്യമാണ് അല്ലേ. സ്റ്റോപ്പ് ലോസ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, അതിൽ പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ് ചെയ്യുക, അതിൻ്റെ ഒപ്പം പ്രോപ്പറായിട്ടുള്ള റിവാർഡ് നമ്മൾ മാനേജ് ചെയ്യണം. സോ ഇവിടെ നോക്കിയാൽ 45 ക്വാണ്ടിറ്റിയാണ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ളത്. ഏകദേശം 371 എൻ്റർ ചെയ്തിട്ട് ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കണ്ടോ 9:19 നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ളത്. 9:35 തന്നെ നമ്മളത് എക്സിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഏതാണ് ആ ട്രേഡ്. യെസ്, നമ്മളിപ്പോൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഈ ഇമ്പൾസീവ് ആയിട്ടുള്ള ഈ പുഷാണ്. കണ്ടോ 9:20 മാർക്കറ്റ് നിൽക്കുന്ന പ്രൈസ്. താഴെ നോക്കിയാൽ അറിയാം 9:20. ഏകദേശം 9:35 ആയപ്പോൾ തന്നെ നമ്മളത് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 506 എക്സിറ്റ് ചെയ്തു. സെക്കൻഡ് വൺ ഇതാണ്, നമ്മളൊരു 10:57 തൊട്ട് 1:49 അല്ലേ, നല്ല ടൈം എടുത്തിട്ടാണ് മാർക്കറ്റ് താഴേക്ക് വന്നത്. മേളിലേക്കുള്ള കറക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇമ്പൾസീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്നാലും മാർക്കറ്റിൽ നോർമലി ഉള്ള ആ ഒരു അഗ്രഷൻ മാർക്കറ്റിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ഇവിടെ നമ്മൾ സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ രണ്ടിൽ നമ്മൾ യൂട്ടിലൈസിങ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു 1,000 റുപ്പീസിൻ്റെ റിസ്ക് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. 2,000 റുപ്പീസിൻ്റെ റിസ്ക് ആണ് ഫസ്റ്റ് ട്രേഡിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡിൽ നമ്മൾ എടുത്തിട്ടുള്ളത് ഏകദേശം 2,500 റിസ്കിലാണ് എടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഈ ഒരു എൻട്രിയിൽ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, ഞാനത് മുമ്പോട്ട് പറഞ്ഞുതരാം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 372 എടുത്തിട്ട് നമ്മൾ 572, അത് 600 എബോവ് പോയിട്ടുണ്ടായിരുന്നു. സോ 572 നമ്മൾ എക്സിറ്റ് ചെയ്തു. രണ്ടിലും നമ്മൾ ഏകദേശം നല്ലൊരു മൊമെൻറ്റം ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നോർമലി നമ്മൾ 5,000 റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 lakh ഒക്കെ വെച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 2,500 ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ. ഇതിൽ പ്രോപ്പറായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ട്രേഡിലും കൂടെ നമ്മൾ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് വൺ കോൾ സൈഡിലേക്ക് നമ്മൾ എടുത്തത് ഒരു 6,000 റുപ്പീസും അതുപോലെ പുട്ട് സൈഡിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 8,900 റുപ്പീസും. പക്ഷേ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മൾ ഓവർ ക്വാണ്ടിറ്റീസ് ഒന്നും ബൈ ചെയ്തിട്ടില്ല. പ്രോപ്പറായിട്ടുള്ള 2,500 പൊസിഷൻ സൈസ് ചെയ്തിട്ടുള്ള എൻട്രിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഫൈനലേക്ക് പോകണില്ല. സോ ഇനി നമുക്ക് എന്താണ് ഇവിടെ കൺഫ്യൂഷൻസ് മാർക്കറ്റിൽ തന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. നമുക്കപ്പോൾ എന്താണ് കാര്യം, അതിനുശേഷം മാർക്കറ്റ് കംപ്ലീറ്റ്ലി റേഞ്ചാണ്. തിങ്കളാഴ്ച ദിവസം പൊതുവേ മാർക്കറ്റ് ഇങ്ങനെയാണ്. നോർമലി നമ്മൾ ട്രേഡ് ഇല്ലാത്തൊരു ഡേ ആണ്. കഴിഞ്ഞ തിങ്കളാഴ്ച നല്ല റാലി ചെയ്തത് കൊണ്ടിട്ട് കൂടിയാണ് നമ്മൾ ഇന്നൊരു പ്ലാൻ കിട്ടുകയാണെങ്കിൽ നോക്കാമെന്ന് കരുതിയത്. സോ 1 മിനിറ്റിൻ്റെ കണ്ടീഷൻ. അതിനുശേഷം നിങ്ങൾ നോക്കാന്നുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള ഫുൾ ഇൻറ്റേർണലി മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത് അല്ലേ, നോക്കി. സോ അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് പോയി. പക്ഷെ നമ്മൾ നമ്മുടെ പ്രോപ്പർ ടാർഗറ്റ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എക്സിറ്റ് ചെയ്തു. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നാളത്തേക്ക് നമുക്കൊരു പ്ലാൻ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് സ്ട്രക്ചർ ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ നമുക്ക് നമുക്കൊരു പ്ലാൻ എന്തായാലും ബിൽഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ആ ഒരു പ്ലാൻ ചിലപ്പോൾ നാളെ മാർക്കറ്റ് ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് വരികയാണെങ്കിൽ നമുക്ക് ആ പ്ലാൻ സ്വിച്ച് ചെയ്യേണ്ടി വരും. സോ അത് നമുക്ക് ലോജിക്കലി എന്ത് ചെയ്യാം, നമുക്ക് സ്ട്രക്ചർ വെച്ച് തന്നെ നോക്കാം. ഇവിടെ 15 മിനിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളിവിടെ എക്സിറ്റ് ചെയ്യാനുള്ള റീസൺ, അതാണ് അടുത്തൊരു കാര്യം. നമ്മൾ ഈ പറയുന്ന ലോയിൽ എക്സിറ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഓൾറെഡി ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റ് 50 മിനിറ്റിൽ തന്നിട്ടുണ്ട്. കണ്ടോ 50 മിനിറ്റിൽ മാർക്കറ്റ് ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ
തന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റ് തന്നു നിൽക്കുകയാണ്. പക്ഷേ അവിടെ നമ്മൾ മേജറായിട്ട് കൺസിഡർ ചെയ്യണ ആരെയാണ്, ഈ പറയുന്ന 1 അവറിൻ്റെ ഒരു മൊമെൻറ്റം കൂടി ഉള്ളതുകൊണ്ട് അത് ചിലപ്പോൾ കറക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി മാർക്കറ്റ് ഉണ്ട്. അത് മാത്രമല്ല വേറെ പല കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് പോയി നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. ഇവിടെ ഹിഡൻ ഡിമാൻഡ്സ് ഉണ്ട്, അതേപോലെ ഇവിടെ ഇംബാലൻസസ് ഉണ്ട്, വേണമെങ്കിൽ അതൊക്കെ മാർക്കറ്റ് ടേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അതിലേക്കൊന്നും പോകുന്നില്ല. എന്നാലും നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കണ്ടോ, ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു അല്ലേ. എഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്യണം, ഒരു റീട്രേസ്മെൻറ്റ് തന്നെ അല്ലേ. സോ ആ റീട്രേസ്മെൻറ്റ് എവിടെ വരെ ആവാം, ഈ പറയുന്ന 50 ആവാം. അതേപോലെ അതിൻ്റെ OTE പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട് മാർക്കറ്റിൽ. സോ അതിലേക്കും മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, 50% മാർക്കറ്റ്. അതിൻ്റെ താഴെയാണ് മാർക്കറ്റ് വന്ന് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സോണിലേക്കാണ് നമുക്ക് ഇവിടെ ഒരു റിസ്ക് ആണ്. ഇനി കണ്ടിന്യൂ ചെയ്യാനാണെങ്കിൽ വേണമെങ്കിൽ ഇവിടെ നിന്ന് എഗെയിൻ മാർക്കറ്റ് പുഷ് ചെയ്യാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. കാരണം ഇവിടെ ടോട്ടലി മാർക്കറ്റിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ ഒരു എക്സിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. പ്രോപ്പർ ഈ ഒരു ഡിമാൻഡിലേക്ക് മാർക്കറ്റ് ടാപ്പ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ശരിക്കില്ല അല്ലേ. വേണമെങ്കിൽ മാർക്കറ്റ് എവിടെ വേണമെങ്കിലും റിവേഴ്സൽ സിഗ്നൽ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് പുഷ് ചെയ്യാം, ഇമ്പൾസീവ് ആയിട്ടുള്ള മൊമെൻറ്റം മാർക്കറ്റ് ഉണ്ടാക്കാം. സോ നമ്മുടെ പ്ലാനിലേക്ക് തന്നെയാണ് നമ്മൾ ഇന്ന് നോക്കിയിട്ടുണ്ടായിരുന്ന ട്രേഡ്. സോ ഇവിടെയാണ് നമുക്കൊരു കൺഫർമേഷൻ കിട്ടി. സോ കൺഫർമേഷൻ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ എന്തെങ്കിലും സംശയവും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മളുടെ കമൻറ്റിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് അത് കവർ ചെയ്ത് പോവാം. അതേപോലെ നമ്മൾ ഈ പറഞ്ഞ ട്രേഡ് നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് രാവിലെ കണ്ടോ, നമ്മൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്തത് ഇതാണ്. LTF കൺഫർമേഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് കണ്ടോ ഏകദേശം 10:29 നമ്മൾ ഈ ഒരു ട്രേഡ് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ 2 കൺഫർമേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു, ഫ്യൂച്ചർ നോക്കിയിട്ടുണ്ടായിരുന്നു, ഇൻഡെക്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. രണ്ടും നോക്കിയിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു കൺഫർമേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അവിടെ നമ്മൾ പ്ലാൻ നോക്കി. ട്രൈ സ്മോൾ റിസ്ക് എൻട്രി എന്നുള്ള ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചെറിയ റിസ്ക് എൻട്രി നോക്കിയാൽ മതി, ഹ്യൂജ് ഇതൊന്നും പ്ലാൻ ചെയ്യേണ്ട എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എഗെയിൻ അതിനുശേഷം മാർക്കറ്റ് കണ്ടോ ഇവിടെ പ്രോപ്പറായിട്ട് വന്ന് ടാപ്പ് ചെയ്തു, കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഇവിടെ പറയുന്നത് 1:4.5 റണ്ണിങ് ആണ്. അതിന് മുമ്പ് തന്നെ ഇവിടെ ഓൾറെഡി റിസ്ക് റിവാർഡ് മറക്കണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിനുശേഷം ഇവിടെ എന്താണ് അതിൻ്റെ റീസൺ, എന്താണ് കാരണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഇത്രയും നല്ലൊരു വ്യൂ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് കണ്ടു. ഇതിനകത്ത് ഏകദേശം 4 മെമ്പേഴ്സ് കുഴപ്പമില്ല, എന്നാലും 45% ആളുകൾ മെജോറിറ്റി പ്രോഫിറ്റബിൾ ആണ്. പക്ഷേ എന്തുകൊണ്ടാണ് ലോസ് ആയെന്നുള്ളത്, സോ അവിടെ കുറേയൊക്കെ നിങ്ങളുടെ മൈൻഡ് സെറ്റിൻ്റെ കയ്യിലാണല്ലോ അല്ലേ, അതിൻ്റെ ഒരു പ്രശ്നക്കാരനാണ്. സോ അതൊക്കെ നമുക്ക് പയ്യെ റെഡിയാക്കി വരാം. പ്രോപ്പറായിട്ടൊരു ഡിസിപ്ലിൻ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാത്തിലും ഒരു കാര്യം പ്രോപ്പറായിട്ടുള്ളൊരു ട്രേഡിംഗ് സെറ്റപ്പ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് കൂടുതൽ. ഇവിടെ ഏകദേശം 400 പോയിന്റ്സ് വന്നതിൽ 300 പോയിന്റ്സിനടുത്ത് നമ്മൾ എന്ത് ചെയ്ത് ക്യാച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. മേളിലേക്കും താഴേക്കും നോക്കിയത് നമുക്ക് കൺഫർമേഷൻ ഉള്ളത് കൊണ്ടും. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ പ്ലാനിനെ എഗെയിൻസ്റ്റ് നോക്കുമ്പോൾ റിസ്ക് എൻട്രി ആണെങ്കിൽ റിസ്ക് കുറക്കുക, പ്ലാനിന് ഒപ്പം എടുക്കുമ്പോഴാണ് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള റിസ്ക് എൻട്രീസ് നമ്മൾ മാറ്റി. നമ്മുടെ പറയുന്ന ഡെയിലി ഉള്ള നമ്മുടെ പേഴ്സണേജ് ലോസില്ലേ, ആ ലോസിനെ ലിമിറ്റ് ചെയ്ത് നമ്മളിപ്പോഴും കൊണ്ടുപോകാം. റിസ്ക് എൻട്രി ആണെന്ന് മനസ്സിലാക്കിയാൽ ലോസ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എടുക്കുന്ന റിസ്ക് ഒരു 1000-ലേക്കൊക്കെ കുറക്കുക. അല്ല നമ്മൾ കുഴപ്പമില്ല, കോൺഫിഡൻ്റ് ആയിട്ടുള്ള നല്ലൊരു ട്രേഡ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ടോട്ടൽ റിസ്ക് വെച്ചിട്ട് നമുക്ക് അവിടെ ട്രേഡ് എൻട്രി ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ കറൻ്റ്ലി ഉള്ള പ്ലാൻ. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് മാർക്കറ്റ് എഗെയിൻ താഴേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു ഈ ഒരു മേജർ ലോയിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നാളെ നമുക്ക് അടുത്തൊരു പ്ലാൻ നോക്കാം. സോ ഒരു ഗ്യാപ്പ് ഡൗൺ വരികയാണെങ്കിൽ അടുത്തൊരു റീടെസ്റ്റ് എൻട്രി നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല. ഇത് കണ്ടോ, ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റ് തന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നേക്കാണ്. അതുകൊണ്ട് തന്നെ 50 മിനിറ്റിലൊരു ഡിമാൻഡാണ് ഹോൾഡ് ചെയ്യണത്. 50 മിനിറ്റിൽ ഇതാണ് ഹോൾഡ് ചെയ്യണത്. സോ ഇത് ഇവിടെ വരെ വന്നിട്ടും മാർക്കറ്റ് എന്ത് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. വേണമെങ്കിൽ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യാനാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. കാരണം ഇവിടെ ഓൾറെഡി മാർക്കറ്റ് ബുള്ളിഷാണ് കംപ്ലീറ്റ്ലി അല്ലേ. ഇവിടെ വന്ന് ഇവിടെ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യാം, വേണമെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സൽ സിഗ്നൽ കാണിച്ച് ഇവിടെ നിന്ന് ഇപ്പോൾ ബൈയിങ് സോൺ ആണ്, അവിടെ നിന്ന് മാർക്കറ്റ് പുഷ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കാം. സോ മാർക്കറ്റ് നാളെ ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മേളിലേക്ക് പ്ലാൻ ചെയ്യാം.
സോ ഈ ഒരു ഹൈനെയും നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഇതൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, ഇതും ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതൊക്കെ നമുക്ക് ടാർഗറ്റ് സോൺ ആയിട്ട് മേളിലേക്ക് ത്രൂ ഔട്ട് 500 to 500 സോൺസ് നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെയുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ. സോ ഇതിന് മാർക്കറ്റ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന സോണിനെ മാർക്കറ്റ് ചേഞ്ച് ഉണ്ടാക്കി എഗെയിൻ മാർക്കറ്റ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്താ എഗെയിൻ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. സോ നിങ്ങൾക്ക് അടുത്ത ഒരു മൊമെൻറ്റത്തിൽ മേളിലേക്ക് ഒരു ഡിപ്പ് മാർക്കറ്റ് തന്ന് താഴേക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ 15 മിനിറ്റ് തരുമ്പോൾ അതിൻ്റെ ലോവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ 3 മിനിറ്റ് ശരിക്കും ഇവിടെ നല്ലൊരു ഡയറക്ഷൻ, ഇപ്പോൾ 1 മിനിറ്റിലൊരു ഡൗൺ സൈഡ് ആയിരിക്കും വരിക. സോ ഈ ഡൗൺ സൈഡ് ഡയറക്ഷൻ ഇങ്ങനെ വന്ന് കണ്ടോ ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. സോ ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്ത് എഗെയിൻ മാർക്കറ്റ് ഇങ്ങനെ ഒരു മൊമെൻറ്റം 3 മിനിറ്റിൽ തരും. കണ്ടോ, ഇതാണ് അതിൻ്റെ ലോ ടൈം ഫ്രെയിം. ലോ ടൈം ഫ്രെയിം ഇങ്ങനെ ആയിരിക്കും മൂവ് ചെയ്യുക, മനസ്സിലായോ? അപ്പോൾ ആ സമയത്ത് നിങ്ങൾ അതിനെ നോക്കി മാനേജ് ചെയ്ത് യൂസ് ചെയ്ത് ട്രേഡ് എടുക്കുക. ഇനി അല്ല ഇവിടെ നിന്നേ ലോ ടൈം ഫ്രെയിം റിവേഴ്സ് ആയാൽ നാളെയുള്ള പോസിബിലിറ്റി എന്താ, മാർക്കറ്റ് എന്ത് ചെയ്യും, നാളെ വേണമെങ്കിൽ ഈ പറയുന്ന സോണിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി, ഈ ഒരു ഡിമാൻഡ് സോണിൽ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ട് എഗെയിൻ മാർക്കറ്റിൻ്റെ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ടു സൈഡിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഈ രണ്ട് കൺഫർമേഷൻസ് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ട്രേഡ് പ്ലാൻ നോക്കാം. സോ നമുക്കിനി 3 മിനിറ്റിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം. എന്താ കാരണം 3 മിനിറ്റിൻ്റെ കണ്ടീഷൻ? 3 മിനിറ്റ് മാർക്കറ്റിൽ ഇന്നലെ മാർക്കറ്റ് എന്ത് ചെയ്തു, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തു. കണ്ടോ, ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തു. എഗെയിൻ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ മാർക്കറ്റ് തന്നു. എഗെയിൻ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ മാർക്കറ്റ് തന്നു, അല്ലേ? സോ മാർക്കറ്റിൻ്റെ മേജർ ലോ ആയിട്ട് 3 മിനിറ്റിൽ ഉണ്ടായിരുന്നത് ഏതാ, ഈ സോണാണ്. നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ആ ലോയിനെ മാർക്കറ്റ് എന്ത് ചെയ്തു, ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ടുണ്ട്. സോ ഇപ്പോൾ മേജറായിട്ട് 3 മിനിറ്റിൻ്റെ ലോ എന്ന് പറയുന്നത് ഇവിടുന്ന് മാർക്കറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ലോയിനെ മാർക്കറ്റ് ക്രോസ് ചെയ്തോ ഇല്ല, ജസ്റ്റ് വിക്കാണ് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കിതൊരു പുതിയ ഹൈ ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ അതിനുശേഷം മാർക്കറ്റിൻ്റെ മേജർ ഹൈ എന്ന് പറയുന്നത് ഈ ഒരു ഹൈ തന്നെയാണ്. ഇതാണ് നമ്മളുടെ 3 മിനിറ്റിൻ്റെ കണ്ടീഷൻ. ഇത്ര നല്ല റേഞ്ച് മാർക്കറ്റിലാണ്ട് ഇത്ര ടൈറ്റ് ആയിട്ട് നമുക്കൊരു കണ്ടീഷൻ ഉണ്ടാവും. അത്യാവശ്യം അഗ്രസീവ് മാർക്കറ്റ് ആണെങ്കിൽ ഇത്ര ഡിഫിക്കൽട്ടായിട്ട് വരില്ല. ഇന്ത്യൻ സ്ട്രക്ചേഴ്സ് മാർക്കറ്റിൽ അതിനുള്ളിലുണ്ട്. അപ്പോൾ ഇതാണ് മേജറായിട്ട് 3 മിനിറ്റിൻ്റെ ഹൈ. കണ്ടോ, M3H എന്ന് പറഞ്ഞിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. 3 മിനിറ്റ് മേജർ 3 മിനിറ്റ് ഹൈ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവൻ എന്താണ് ഇപ്പോൾ കറണ്ട്ലി സ്ട്രോങ് ആണ്, അല്ലേ? പിന്നെ ഈ ഒരു ലോയിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ ഒരു ലോയിനെ ക്രോസ് ചെയ്തിട്ടില്ല, അല്ലേ? അപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാവരും കൺസിഡർ ചെയ്യും. പക്ഷേ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഇതാണ്, ഇതൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്. ഈ ഒരു പൊസിഷൻ്റെ ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ് മാർക്കറ്റ് തന്നിട്ടുള്ളത്. ഓക്കെ, ചെറിയൊരു കാര്യം ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ചെറിയൊരു കാര്യമുണ്ട്, നോക്കി. അതുകൊണ്ട് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നു. സോ എഗെയിൻ ഇവിടെ വന്നു, ഇല്ല സെയിം തന്നെ. ഈ ഒരു ഹൈനെ മാർക്കറ്റ് ടേക്ക് ചെയ്തിട്ടില്ല, ക്യാൻഡിൽ ക്ലോസ് നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇതിന് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതിനെ ക്രോസ് ചെയ്താലേ വരാൻ പറ്റുള്ളൂ. സോ നമ്മൾ കൺസിഡർ ചെയ്ത് കറക്റ്റ് തന്നെയാണ്, ഇതാണ് പ്രോപ്പർ ആയിട്ടുള്ള സാധനം. അപ്പോൾ ഇത്രയും ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യണം വേറൊന്നുമല്ല, ഇത്രയും റേഞ്ച് മാർക്കറ്റ് വരുന്നതുകൊണ്ടാട്ടോ. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി വരും. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ തോന്നും, പക്ഷേ നിങ്ങളുടെ ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് ഇതിൻ്റെ അകത്ത് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ എഗെയിൻ ഫൈൻ, നമുക്ക് 1 മിനിറ്റിൻ്റെ കണ്ടീഷനും കൂടെ നോക്കാം. കണ്ടോ, 1 മിനിറ്റ് നോക്കാന്നുണ്ടെങ്കിൽ എഗെയിൻ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ തന്നു, അല്ലേ? ഇവിടെ ഓൾറെഡി ചോക്ക് തന്ന് മാർക്കറ്റ് പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്തു. കണ്ടോ, ഇവിടെ 1 മിനിറ്റ് മേജർ സോൺ ആയിരുന്നു, അല്ലേ? സ്ട്രക്ചർ ഇവിടെ പറയാം. 1 മിനിറ്റ് കണ്ടോ, ഇവിടെ ആയിരുന്നു നമ്മുടെ മേജർ സോൺ ഉണ്ടായിരുന്നത്. അപ്പോൾ 1 മിനിറ്റിൽ എന്ത് സംഭവിച്ചു, ഇവിടെ ആയിരുന്നു സോൺ. നമുക്കപ്പോൾ 3 മിനിറ്റിൻ്റെ ഈ ഒരു സോൺ ഇങ്ങോട്ട് എടുക്കാം. ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ടുണ്ടാക്കിയിട്ടുള്ള സോണിനെ മാർക്കറ്റ് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. അപ്പോൾ 1 മിനിറ്റിൻ്റെ ബ്രേക്ക് ഔട്ട് ഇവിടെ തന്നിട്ടുണ്ടോ, ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് ഇവിടെ തന്നു. എഗെയിൻ മാർക്കറ്റിൽ ബ്രേക്ക് ഔട്ട് തന്നപ്പോൾ എന്താണ്, ഞാൻ റീപ്ലേ ചെയ്ത് പറഞ്ഞുതരാം നിങ്ങൾക്ക്, എന്നാലും കുറച്ചും കൂടെ കണക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നു. കണ്ടോ, എഗെയിൻ മാർക്കറ്റ് ഹൈയിലേക്ക് വന്നു. തിരിച്ച് മാർക്കറ്റ് ഈ ലോയിനെ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്തു. കണ്ടോ, ഈ ലോയിനെ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു ഹൈ ആണ്. സോ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടീഷനിൽ എടുക്കാൻ പറ്റുന്ന കൺഫർമേഷൻ നിയറസ്റ്റ് അടുത്തായിട്ട് 1 മിനിറ്റിലാണ്. സോ 1 മിനിറ്റ് നാളെ ഇവിടെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ പ്ലാൻ പ്രകാരമുള്ള ഈ ഡിമാൻഡിൽ നിന്ന് മേളിലേക്ക് നിങ്ങൾക്ക്
നമ്മൾ 50 മിനിറ്റിൻ്റെ കൺഫർമേഷൻ 1 മിനിറ്റിൽ എടുക്കാം. എപ്പോഴും 1 മിനിറ്റ് വരുന്നതല്ല, ഇത്രയും വലിയൊരു വൈഡ് റേഞ്ചിൽ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് നോക്കാം. അപ്പോൾ 1 മിനിറ്റ് കൺഫർമേഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് നാളെ എന്ത് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഇവിടെ ബ്രേക്ക് ഔട്ട് തന്നു, നമുക്കിതൊന്ന് മാറ്റാം. കണ്ടോ, ഇവിടെ ഒരു ഓൾറെഡി BOS മാർക്കറ്റ് തന്നു, BOS മാർക്കറ്റ് തന്നു എന്നാ സിനി മാർക്കറ്റ് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് റീടെസ്റ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. അല്ല മാർക്കറ്റ് ഇതിന് ക്രോസ് ചെയ്താൽ ഇവിടെ എന്താ ഇപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി ടു അപ്പ് സൈഡ്. സോ നമുക്ക് അടുത്ത ഡിപ്പിൽ എഗെയിൻ മേളിലേക്ക് നിങ്ങൾക്ക് നോക്കാം. കണ്ടോ, അടുത്ത ഡിപ്പിൽ എഗെയിൻ. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ പറയുന്ന മേജർ ഹൈ 3 മിനിറ്റിൻ്റെ ഹൈയിലേക്ക് വേണം ഫസ്റ്റ് ടാർഗറ്റ് ചെയ്യാൻ. അത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ടുള്ള റീടെസ്റ്റിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ അടുത്ത ഈ പറയുന്ന നമ്മൾ മാർക്ക് പ്ലോട്ട് ചെയ്തിട്ടുള്ള അടുത്ത ബൈ സൈഡ് ലിക്വിഡിറ്റി സോൺസ് ഒക്കെ കണ്ടോ, ഈ ഒരു സോൺസ്, അതേപോലെ ഈ ഒരു സോൺസിലേക്കൊക്കെ നമ്മൾ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻസ് അതിലേക്കൊക്കെ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത്രയും കൺഫർമേഷൻസ് നോക്കിയിട്ട് നിങ്ങൾ നോക്കാം. ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. എന്ത് കാര്യമുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും സ്റ്റോക്സ് ഒക്കെ അനലൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കമൻറ്റിൽ എല്ലാവരും. സോ ഇതാണ് നമ്മളുടെ കറൻ്റ്ലി ഉള്ള പ്ലാൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രോപ്പറായിട്ട് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. കൺഫ്യൂഷൻസും ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. സോ അടുത്ത ദിവസങ്ങളിൽ നമ്മളിത് എല്ലാ ദിവസവും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുന്നതനുസരിച്ച് കമൻറ്റ്സ് ചെയ്യാൻ നോക്കിയിട്ട് നെക്സ്റ്റ് സെക്ഷൻസിൽ ഓരോ സെക്ഷൻസ് ഉണ്ടാവുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഉഷാറായിട്ട് വരട്ടെ, കാര്യങ്ങളൊക്കെ എല്ലാവരും അടിപൊളിയായിട്ട് പോട്ടെ. അപ്പോൾ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് ഡേ അനാലിസിസ്. അപ്പോൾ എല്ലാവരും ഇതനുസരിച്ച് യൂട്ടിലൈസ് ചെയ്യാം. നല്ല രീതിയിൽ ട്രേഡ് കാര്യങ്ങളായിട്ട് പോട്ടെ. പ്രോപ്പറായിട്ട് എനിക്ക് പറയാനുള്ളത് മാർക്കറ്റിൽ ഇമോഷൻ, നിങ്ങളുടെ റിസ്കിനെ മാനേജ് ചെയ്യുക, ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക. നിങ്ങളുടെ ക്യാപിറ്റൽ എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ളൊരു സെക്ഷൻ, ഒരു വീഡിയോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ ക്യാപിറ്റലിനെ മാനേജ് ചെയ്യുക, പ്രോപ്പറായിട്ട് എൻ്റെ ക്യാപിറ്റൽ ഞാൻ എങ്ങനെയൊക്കെയാണ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ നമ്മൾ അടുത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ദിവസം കാണാം. എല്ലാവരും അടിപൊളിയായിട്ട് ട്രേഡ് ചെയ്ത് മുമ്പോട്ട് പോകാം. ഫൈൻ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇസ്മി അബിദ് സൈനിങ് ഓഫ്.